ലാല് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം പെട്ടെന്നൊരു സീനിയർ ആക്ടർ അയാൾ തന്നെ മുമ്പേ വെച്ചിട്ട് വേറെ പുതിയ നടനാണ് ഏറ്റവും ഓൺലി പപ്പ എന്ന് പറയുമ്പോൾ ലാല് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ലാലിനോട് ഞാനിത് പറഞ്ഞില്ല. അതെ, പറഞ്ഞാൽ ചിലപ്പോൾ ലാല് സമ്മതിക്കില്ല. എന്താ വെച്ചാൽ ലാല് ഡബിങ്ങിൽ മാജിക് കാട്ടുന്ന ആളാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ സിംഗ് സൗണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് എനിക്കിത് വലിയ പരിചയമില്ലാത്തതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് മമ്മൂട്ടി പറഞ്ഞു അവനത് പരിചയമില്ലാത്തതല്ലേ. ഞാൻ പറഞ്ഞു പരിചയമില്ലാത്തതാണ്. ഇനി തന്നെ വേണമെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കോട്ടെ, കാര്യം അതിൻ്റെ ഗുണം മനസ്സിലാവും എന്ന് പറയും. ആകെ ഇനി ഒരാൾ ബാലൻസ് ഉള്ളത് ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസന് ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും പോയിരുന്ന് കാണുക, ഒരു ഫുൾ ഡേ ശ്രീനിവാസൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ആനന്ദമാണ്. ശ്രീനിവാസനും അത് സന്തോഷമാണ്. ഞാനിവിടെ നിന്ന് നാളെ ഞാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വിമല പറയും, ശ്രീനിവാസൻ്റെ ഭാര്യ പറയും, സത്യയുടെ വരുന്നത് പറഞ്ഞാൽ 9:30 മണിയാകുമ്പോഴേക്ക് കുളിച്ച് റെഡി ആയിരിക്കും. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? അൽത്താഫ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെക്കാൾ കൂടുതൽ അഖിലിൻ്റെ വലിയ ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോൾ ഞാൻ ഈ കഥ അൽത്താഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അൽത്താഫിൻ്റെ ചില സജഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതകരമായ ആക്ട്രസ്സാണ് ഉർവശി. നമ്മൾ തലയണമന്ത്രമൊക്കെ ചെയ്യുമ്പോൾ, മഴവിൽക്കാവടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഒരു ടാലൻറ്റ്. നമുക്ക് അത്തരം ടാലൻറ്റുകളെ ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. മലയാളികളുടെ സ്വന്തം സത്യൻ അന്തിക്കാട് നമ്മുടെ കൂടെ. സർ, ഓണം റിലീസായിട്ട് ഹൃദയപൂർവ്വം വരാട്. ഈ 82-ൽ തുടങ്ങി 43 വർഷമായി. സാധാരണ റിലീസ് ദിവസങ്ങൾ ഭയങ്കര ടെൻഷനാന്ന് പറയാറുണ്ട്. ഈ 43 വർഷം കഴിഞ്ഞൊരു സിനിമ ഇറങ്ങുമ്പോഴും അതേ മാനസികാവസ്ഥയാണോ? പണ്ടത്തെ അത്ര ടെൻഷൻ ഇപ്പം ഇല്ല എന്ന് പറയാം. പക്ഷേ എങ്കിലും കാര്യം നമ്മളുടെ മാത്രം സ്വകാര്യ സ്വത്തായ ഒരു സിനിമ ഒരു വലിയ ക്രൗഡിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവരതെങ്ങനെ സ്വീകരിക്കുന്നുള്ള ഒരു ടെൻഷൻ എല്ലാ ഫിലിം മേക്കേഴ്സിനും ഉണ്ടാവും. അത് എന്തായാലും ഉണ്ട്. അത് ഇത്തവണയും അതിന്ന് മാറുന്നില്ല. മോഹൻലാലായിട്ടുള്ള 20ാമത്തെ സിനിമയാണല്ലോ. അപ്പോൾ ഈ ഓണക്കാലത്ത് ഒരു മോഹൻലാൽ സത്യൻ അന്തിക്കാട് സിനിമ എന്ന് പറഞ്ഞാൽ ഈ ടീസർ വന്നതിന് ശേഷം, പാട്ട് വന്നതിന് ശേഷമൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞു അതൊരു ഷുവർ ബെറ്റാണെന്നുള്ള കാര്യം. അപ്പോൾ അത് തരുന്നൊരു റെസ്പോൺസിബിലിറ്റി കൂടി എന്തായിരിക്കും? അല്ല, അത് ആളുകളുടെ പ്രതീക്ഷയാണ്. ഇപ്പം ഞാനും ലാലും കൂടി ചെയ്തിട്ടുള്ള സിനിമകളുടെ അതിൻ്റെ ഒരു ഇഷ്ടം, അതിനോട് ആളുകൾക്കുള്ളൊരു ഇഷ്ടം, അത് വീണ്ടും ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ആളുകൾക്ക് ആ പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ ഈ കഥ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞത് അമാനുഷികമായ കഥാപാത്രമല്ല, നമ്മുടെ ഒരു പാറ്റേണിലുള്ളതാണ്. പക്ഷെ അതേസമയം കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പുതുമയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സിനിമ ചെയ്യുന്ന പലപ്പോഴും ഒരു ഫാമിലി ഓഡിയൻസിന് മുൻനിർത്തി തന്നെയാണ്. ഓണത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാമിലികൾ സിനിമ കാണാൻ വരുന്ന സമയം. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതുന്നത് മോഹൻലാലിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എക്സ്പ്രഷൻസ്, ലാലിൻ്റെ ചിരി, ലാലിൻ്റെ ചമ്മൽ, ലാലിൻ്റെ നിഷ്കളങ്കത, അങ്ങനെയുള്ള അയാളുടെ ചെറിയ 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 സങ്കടങ്ങൾ, ഇതെല്ലാം ബ്ലെൻഡായിട്ട് വരുന്ന പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമ. അപ്പോൾ അത് തന്നെയാണ് ഹൃദയപൂർവ്വം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പുതുമ അതിലുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് വലിയ എന്താ തോന്നുന്ന, ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. വിശ്വാസമല്ലേ എല്ലാം. മോഹൻലാലായിട്ട് 20ാമത്തെ സിനിമ എന്ന് പറയുമ്പം മോഹൻലാലിൻ്റെ എല്ലാം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു രൂപവും ഒക്കെ ഉണ്ടാവും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുതിയ ആൾക്കാരെ പരീക്ഷിക്കുക, അതിലൊരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ എപ്പോഴും ജോലി ചെയ്തിട്ടുള്ളവരെ മാറ്റി വേറെ ആൾക്കാരെ നോക്കുക എന്നൊക്കെ. പക്ഷേ മോഹൻലാലിൽ ഇപ്പോഴും ആ ഒരു നടനിൽ ഉണർത്തുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സാറിന് സംവിധായകനിൽ മോഹൻലാൽ തരുന്ന ഒരു കൗതുകം, ഒരു അത്ഭുതം എന്താ? അല്ല, മോഹൻലാൽ എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അതായത് നമുക്ക് എത്ര കണ്ടാലും എത്ര അഭിനയിപ്പിച്ചാലും മതി വരാത്ത ഒരാളാണ് മോഹൻലാൽ. അത് ശരിക്കും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാര്യം ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞു മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഏറ്റവും എളുപ്പമുള്ള ജോലി അഭിനയമാണല്ലോ എന്ന് തോന്നും. ആ രീതിയിലാണ് ലാലിൻ്റെ ഒരു പകർന്നാട്ടം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളൊരു ക്യാരക്ടർ മോഹൻലാലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ടേക്കിന് തൊട്ട് മുമ്പ് വരെ എന്തെല്ലാം തമാശകളും കുസൃതികളും പറഞ്ഞാലും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ മോഹൻലാൽ ആ കഥാപാത്രമായിട്ട് മാറും. അതിൻ്റെ ഒരു കാഴ്ച അത് ഭയങ്കര രസകരമാണ്. അപ്പോൾ മോഹൻലാലിനെ വെച്ച് ഇപ്പം ഞാൻ എൻ്റെ കൂടെ അഖിലായിരുന്നു എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു പണ്ടൊക്കെ. അപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ എന്നും എപ്പോഴും. നേരത്തെ അനൂപ് ആദ്യമായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്കൊരു അനുഭവമാണ്, കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എങ്ങനെ അഭിനയിക്കുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന ദിവസങ്ങളിലൊക്കെ അവനാകെ കൺഫ്യൂഷനായിരുന്നു, ലാൽ അഭിനയിക്കുന്നുണ്ടോ,
ഞാൻ പറഞ്ഞു ഇതാണ് ലാലിൻ്റെ അഭിനയം. ഓക്കെ. കാര്യം നമ്മൾ സ്ക്രീനിലാണ് ആ മാജിക്ക് കാണുന്നത്. അപ്പോൾ ലാലിനെ വെച്ച് ഓരോ ദിവസവും ചെയ്യുന്ന നമുക്ക് ലൊക്കേഷനിലേക്ക് എത്താൻ തിരക്കാണ്. ലാലിനെ വെച്ച് അഭിനയിപ്പിക്കുമ്പോൾ ഒരു സീൻ ലാൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള അറിയാനായിട്ടുള്ള വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, എൻ്റെ സംവിധായകനായതിൽ ഉള്ള പല ഭാഗ്യങ്ങളിലും ഒന്ന് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. സാധാരണ സത്യനന്ദിക്കാട് ഒരു പാക്കേജാണ്, അതായത് അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് നടന്മാരെ ആലോചിക്കാറുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണനാവട്ടെ, തിലകനാവട്ടെ, KP ലളിത, മാമുക്കോയ, ഇന്നസെന്റ്, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഇവരുടെയൊക്കെ അഭാവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രത്യേകിച്ച് ഹൃദയപൂർവ്വം ആലോചിച്ചപ്പം ഇവരെയൊക്കെ മിസ് ചെയ്തിരുന്നോ? ഇതൊരു അനിവാര്യതയാണല്ലോ, ആളുകൾ പ്രായമാകുമ്പോൾ മാറിപ്പോവുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ മിസ്സിങ് എന്നുള്ളത് ഒരു കഥ ചിന്തിക്കുമ്പോൾ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഫേസ് കാണുക എന്നുള്ളത്, ഒരു ക്യാരക്ടർ, ഒരു അമ്മാവൻ ശങ്കരാടി, പെട്ടെന്ന് തന്നെ അതിൽ ലഭിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കൊണ്ടുപോയിക്കോളും കഥ. അങ്ങനെ ഒരു കാസ്റ്റിംഗ് മനസ്സിൽ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് നടത്താൻ പറ്റാതായി. ഇപ്പോൾ ഇന്നസെൻ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുകയും അതിനനുസരിച്ച രീതിയിലുള്ള ആളുകളെ, നല്ല ബ്രില്യൻ്റ് ആക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ എൻ്റെ സ്ഥിരം ടീമിലുണ്ടായിരുന്ന ആളുകളുടെ മിസ്സിങ് എന്ന് പറയുന്നത് വലിയ സങ്കടം പിടിച്ച കാര്യം തന്നെയാണ്. ഈ സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു നാട്ടിൻപുറത്തിൻ്റെ കഥയല്ല, അതെ തന്നെ. ഇത് കൊച്ചിയിലും കൂടുതൽ ഭാഗം പൂനെയിലുമാണ്. നേരെ മറിച്ച് ഞാനൊരു തനി ഗ്രാമത്തിൻ്റെ കഥയ്ക്ക് വെച്ചാൽ ഞാൻ ഇതിനൊക്കെ കൂടുതൽ മിസ് ചെയ്യുമായിരുന്നു. ഒടുവിൽ ഉണ്ണീഷിനെയും ലളിത ചേച്ചിനും ഇന്നസെൻറ്റിനും ശങ്കരാടിനൊക്കെ ഒരു ഗ്രാമത്തിലേക്ക് ക്യാമറ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ വരമ്പത്തോടെ ശങ്കരാടി നടന്നു വരുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണീഷൻ അല്ലെങ്കിൽ മാമുക്കോയ ഒക്കെ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഇത് ആ പക്ക ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ പൂനെയും ഒക്കെ ആണെങ്കിലും എങ്കിലും ക്യാരക്ടേഴ്സ് ആകുമായിരുന്നു അവരൊക്കെ. അവരില്ലാത്തത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ നഷ്ടമാണ്. പിന്നെ ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളത്, ഇവരൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ സിനിമകളിൽ ഉപയോഗിക്കാൻ, എൻ്റെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. ലളിതേച്ചിനെയും നെടുമുടി വേണുവിനെയും അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണീഷിനെയും മാമുക്കോയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. അതൊരു വലിയ ഭാഗ്യമാണ്. ഈ കൊച്ചിയിലേക്ക് മാറി അല്ലെങ്കിൽ ഒരു അർബൻ ഫേസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അനൂപിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പോസ്റ്റ്, ഒരു ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്, സാധാരണ ബസ്സിലാണ് വരിക, ഇത്തവണ ഹെലികോപ്റ്റർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിരുന്നു ഫേസ്ബുക്കിലെങ്ങാണ്ട്. പൊതുവേ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ആളുകൾ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് കൂടുതൽ ഞാൻ നോക്കാറില്ല വെച്ചാൽ പെട്ടെന്ന് നമ്മളെ പലതും അസ്വസ്ഥപ്പെടുത്തുന്നതിലുണ്ടോ. കാര്യം ആർക്കും എന്തും എഴുതാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ സോഷ്യൽ മീഡിയ. അപ്പം ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ഈ സിനിമകൾ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ലേഖനങ്ങൾ എഴുതി വിടുന്നു, അതിൻ്റെ റിയാക്ഷൻസ് പോലും ഞാൻ നോക്കാറില്ല. എന്നുവെച്ചാൽ മുഴുവൻ പേടിച്ചിട്ടില്ല, നമുക്ക് ആ സമയമൊക്കെ വേറെ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഇത് ഞാൻ കണ്ടതാണ്, ഈ മറ്റേ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നതിൻ്റെ പിക്ചർ ഇട്ടിട്ട് അതിനെ പറ്റിയിട്ട് പിന്നെ മക്കൾ ചിലപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചു തരികയൊക്കെ ചെയ്യും, ഇങ്ങനെയുള്ള കമൻസൊക്കെ പറയും. സാധാരണ ബസ്സിലാണ് സഞ്ചരിക്കാറ്. അപ്പം ഞാൻ എപ്പോഴും മോഹൻലാൽ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം രസതന്ത്ര ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സീൻ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും, സൈക്കിൾ ചവിട്ടണമെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിലും സത്യേൻ്റെ സിനിമ വരണമെന്ന് പറയും. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പറഞ്ഞു, ഇതിൽ ബസ്സില്ല കേട്ടോ, ഇതിൽ നമുക്ക് കേരളത്തിലും പൂനെയിലുമാണ്. പക്ഷെ പൂനെയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സീനുണ്ട്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആരാ പറഞ്ഞത് ഇതിൽ ബസ്സിൽ സീനില്ലാന്ന്? അവിടെയുണ്ട് ബസ്. ഇതാണ് പറയുക, ഇതൊക്കെ നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ സ്ഥിരം യാത്രാ സംവിധാനങ്ങളാണ്. ബസ്, ഓട്ടോറിക്ഷ, അതൊക്കെ ഞാൻ പറയുന്ന കഥകൾ പലപ്പോഴും സാധാരണക്കാരുടെയാണ്. അതുകൊണ്ട് അതൊക്കെ അറിയാതെ ഇൻക്ലൂഡ് ചെയ്യായി പോകുന്നത്. ഇപ്പൊ ഈ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ പുതിയതായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഇപ്പം സംഗീതം മോഹൻലാലും ഈ ടീസറിൽ ഭയങ്കര രസമായിട്ട് അത് കാണുന്നുണ്ട്. ബിഹൈൻഡ് ദ സീൻസിൽ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ മാളവികയാണ് നായിക. ആ ഒരു പുതിയ ടീമുണ്ടല്ലോ, അതിൻ്റെ ഒരു രസം എന്തായിരുന്നു? അല്ല, അത് പുതിയ ആളുകൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥിരം ആളുകളെ കൂടെ വരുമ്പോൾ അതിൻ്റെ വേറൊരു എൻജോയ്മെൻറ്റ് വേറെയാണ്. നമുക്കറിയാം ഇവരെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവരുടെ ഒരു പുതുമയും കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. പിന്നെ മോഹൻലാൽ ആയതുകൊണ്ട് തന്നെ ഇവരെ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഇവരെ കമ്പനിയാക്കി മാറ്റി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഇപ്പം മാളവികയായാലും അല്ലെങ്കിൽ മറ്റേ സംഗീതനായാലും ആദ്യം ഒരു ചെറിയ അപരിചിതത്വം ഉണ്ടായിരുന്നു ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ. പക്ഷെ ലാൽ അവരെക്കാൾ ചെറിയ ആളായിട്ടാണ് അവരടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ തോളി കൈയിട്ടും തമാശ പറഞ്ഞും
അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. വലിയൊരു രസകരമായൊരു കോമ്പിനേഷനാണ് സംഗീത് പ്രതാപും മോഹൻലാലും കൂടി ഉള്ളത്. 2 ജനറേഷനിലെ ആക്ടേഴ്സാണ് നമുക്ക് തോന്നുകയില്ല. അത് സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത കൊണ്ട് അതിന്റെ ഒരു അനിവാര്യതയാണോ മാളവികയിലേക്ക് എത്തിച്ചത്? അതെങ്ങനെയായിരുന്നു ആ സെലക്ഷൻ? അല്ല, ഇത് ഞങ്ങളൊരു ആദ്യം ചിന്തിച്ചത് ഒരു പുതിയ ആളെ പ്രസൻറ്റ് ചെയ്യാനായിരുന്നു, പുതിയൊരു നായികയെ. അപ്പം അതിന് നോക്കുമ്പോൾ ഇത് സിംഗ് സൗണ്ടാണ് സിനിമ, ഡബ്ബിംഗ് അല്ല. അപ്പോൾ പൂനെ ജീവിക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ മലയാളം പറയണം, ഹിന്ദി പറയണം, ഇടയ്ക്ക് മറാഠി പറയണം, ഇംഗ്ലീഷ് പറയണം. ഈ ലാംഗ്വേജുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടി ആയിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പട്ടം പോലെ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിരിക്കും. അതിനുശേഷം മാളവിയുടെ ചില സിനിമകൾ ഞാൻ കണ്ടു, അവളുടെ ചില ഷോർട്സ് കണ്ടു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉള്ള ഫേസും നല്ല ഹൈറ്റും ഒരു കേണലിൻ്റെ മകളൊക്കെ ആവാൻ പറ്റുന്ന ഒരു ലുക്കൊക്കെ ഉള്ള കുട്ടിയാണ്. പിന്നെ ഈ ബോൾഡ്നെസ് ഉണ്ട്, സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഉള്ള ഒരു ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് മാളവികയിലേക്ക് എത്തിയത്. പിന്നെ കെ യു മോഹൻ സാറിൻ്റെ മോളാണ്. കെ യു മോഹൻ സാർ നമുക്ക് വളരെ പരിചയമുള്ള, വളരെ റെസ്പെക്റ്റുള്ള ക്യാമറമാനാണ്. അപ്പം അത് വളരെ പെട്ടെന്ന് സിങ്കായി. ഈ സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാലിന്റെ ആദ്യ സിംഗ് സൗണ്ട് ആണല്ലോ അല്ലേ? അത് ആൾക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിക്ക് സിംഗ് സൗണ്ട് ആണ് കംഫർട്ടബിൾ, പക്ഷെ മോഹൻലാലിന് നേരെ തിരിച്ച് ഡബ്ബിംഗ് ആണ്. അത് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിരുന്നോ? ബുദ്ധിമുട്ടല്ല, ലാലിനോട് ഞാനിത് പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ലാല് സമ്മതിക്കില്ല. എന്താ വെച്ചാൽ ലാല് ഡബ്ബിങ്ങിൽ മാജിക് കാട്ടുന്ന ആളാണ്. വോയിസ് മോഡുലേഷൻ മാറ്റും. അങ്ങനെ ഡബ്ബിങ് ഒരു കല തന്നെയായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ. അപ്പോൾ ലാലിൻ്റെ അടുത്ത് ഞാനത് ആദ്യം പറഞ്ഞില്ല, കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്താലാണ് ഇതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 5ാമത്തെ ദിവസമാണ് ലാല് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ സിംഗ് സൗണ്ടാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് എനിക്കിത് വലിയ പരിചയമില്ലാത്തതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ച് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് പുള്ളി അതിൽ വളരെ കംഫർട്ടബിളായി. ഇപ്പം പടം തീരാറായപ്പോഴേക്കും ലാൽ അതിന് വളരെ യൂസ്ഡായി. പക്ഷെ സിംഗ് സൗണ്ടിൻ്റെ ഗുണം നമുക്ക് സിനിമയിൽ കാണാം. കാര്യം ലാലിൻ്റെ ശ്വാസം, ലിപ് നോയ്സ്, പിന്നെ സ്വാഭാവികമായിട്ട് വരുന്ന ഇടർച്ചകൾ, അതൊന്നും നമുക്ക് ചിലപ്പോൾ ഡബ് ചെയ്യുമ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രകാശം തൊട്ടാണ് ഈ ഇത് ചെയ്യാൻ തുടങ്ങി സിംഗ് സൗണ്ട്. നല്ല സൗണ്ട് എഞ്ചിനീയേഴ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അനിൽ രാധാകൃഷ്ണനാണ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ഉള്ളൊഴുക്കിൽ കിട്ടിയ അനിൽ രാധാകൃഷ്ണനാണ് ഇതെന്നെ ചെയ്തിരിക്കുന്നത്. അയാൾ തൊണ്ടുമൂന്നും സാക്ഷ്യം തൊട്ടാണ് ഞാൻ അനിൽ രാധാകൃഷ്ണൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ പ്രകാശനൊക്കെ പുള്ളിയാണ്. അപ്പം അനിലും ലാലും തമ്മിൽ വലിയ കമ്പനിയനായി. ഒരു കാക്ക പറന്നു പോകണമെങ്കിൽ ലാല് പറയും, അനിലേതാ കാക്ക പറന്നു വന്നാൽ ചിറക് വീശാതെ പോകാൻ പറ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ സിംഗ് സൗണ്ടിൻ്റെ ഒരു ഗുണം ഭയങ്കരമാണ്. എൻ്റെ അടുത്ത് മമ്മൂട്ടിയുടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിടയ്ക്ക് സംസാരിക്കും. മമ്മൂട്ടിയോട് പറഞ്ഞു, അവനത് പരിചയമില്ലാത്തതല്ലേ? ഞാൻ പറഞ്ഞു പരിചയമില്ലാത്തതാണ്. ഇനി തന്നെ വേണമെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കോട്ടെ, കാരണം അതിന്റെ ഗുണം മനസ്സിലാവും എന്ന് പറയും. പറഞ്ഞു ഇപ്പൊ ഡബിങ്ങിൽ മാജിക് ഉണ്ടാക്കുന്ന ആളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഇല്ലേ? ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ അവിടെ കിട്ടുക എന്നുള്ളത് കൂടി ഉണ്ടാവാം. പക്ഷെ ഇത് സ്വാഭാവികമായിട്ട് വരുന്ന ഇതാണല്ലോ. റിയൽ ആയിട്ട് ഒരു കഥാപാത്രം ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് റിയൽ ആയിട്ട് അഭിനയിക്കുന്ന ഇതാണ്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ലാലിനെ സംബന്ധിച്ചിടത്തോളം 2ഉം ഈസിയാണ്. ഡബ്ബിങ്ങും പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ ലാല് പറഞ്ഞു ഇത് സിംഗ് സൗണ്ട് ഇനി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, പക്ഷെ എല്ലാ സിനിമയ്ക്കും അല്ല. ഇപ്പോൾ ചിലപ്പോൾ വലിയ ഫൈറ്റും സാധനങ്ങളൊക്കെ ഉള്ള സിനിമയ്ക്ക് ചിലപ്പോൾ അത് നടന്നു വരില്ല പ്രാക്ടിക്കലി. എൻ്റെ സിനിമയ്ക്ക് ഇത് വളരെ യോജിച്ചതാണ്. അപ്പം ഇതുവരെ ആൾ സമ്മതിക്കാത്തതുകൊണ്ടാണോ അതോ ആരും അങ്ങനെ അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ട്? അല്ല, ലാലിനോട് അങ്ങനെ ആരും നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ലാല് ചെയ്ത സിനിമകൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതായിരിക്കും. ഈ സിനിമയിലെ ടീസർ വന്നല്ലോ, ഫാഫ. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് സീനിയർ ആക്ടേഴ്സും ഉണ്ട്. ഇത് മോഹൻലാലിനോട് പറയുമ്പം എന്താ പറഞ്ഞത്? ലാല് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ചെയ്തത്. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം പെട്ടെന്നൊരു സീനിയർ ആക്ടർക്ക് അയാൾ തന്നെ മുമ്പേ വെച്ചിട്ട് വേറെ പുതിയ നടനാണ് ഏറ്റവും ഓൺലി പപ്പ എന്ന് പറയുമ്പോൾ ലാല് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ടീസർ ഞാൻ ലാലിനെ അയച്ചെടുത്തപ്പോൾ ലാല് പറഞ്ഞു ബെസ്റ്റ്, ഇത് മതി എന്ന് പറഞ്ഞു. അതിന് വേറെ യാതൊരു കോംപ്ലക്സും ഇല്ല. ലാൽ അത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഫഹദിന്റെ സിനിമയാണ് നിങ്ങളുടെ കൂടെ, അപ്പൊ നിങ്ങൾ ഫഹദിന് ഈസി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഫാഫ വന്നിട്ട് അല്ല, ഫഹദ് ഒരു ഗ്രേറ്റ് ആക്ടർ തന്നെയാണല്ലോ. എൻ്റെ 2 സിനിമകളിലും വളരെ മനോഹരമായിട്ട് ചെയ്തു.
അഖിലിൻ്റെ പടത്തിൽ വളരെ നന്നായിട്ട് ചെയ്തു. പാച്ചു. പക്ഷേ ഫഹദ് ഫാസിൽ പോലും ആരാധിക്കുന്ന നടനാണ് മോഹൻലാൽ. അതെ, അതറിയാലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഈ ഫഹദ് ഇത് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഫഹദ് അഖിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു സത്യേട്ടനോട് പറഞ്ഞേക്കാനുണ്ടെന്ന്. എന്നെ വിളിച്ചില്ല. എന്നെ വിളിക്കാത്തതിന് എന്നെ കിട്ടാഞ്ഞിട്ടാണോ എന്നോട് പറയാനുള്ള ഒരു ചമ്മലം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അഖിലിനോട് പറഞ്ഞു കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഫാസിലും അനിയനൊക്കെ സംസാരിച്ചത്, അവർക്കൊക്കെ സന്തോഷമാവുന്നു. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള പരസ്യമല്ലേ. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. ഇത് പറഞ്ഞപ്പോഴാണ്, ഓടുംകുതിര പറഞ്ഞപ്പോഴാണ്, അൽത്താഫിന്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടു. സാറിന്റെ കൂടെ നിന്നിട്ട് ഹൃദയപൂർവ്വം ഈ ഓണത്തിന് ഓടുംകുതിര ചാടുംകുതിര. അൽത്താഫ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെക്കാൾ കൂടുതൽ അഖിലിന്റെ വലിയ ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പൊ ഞാൻ ഈ കഥ അൽത്താഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അൽത്താഫ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുൾ കഥ അൽത്താഫിനോട് പറഞ്ഞിട്ടുണ്ട്. അൽത്താഫിന്റെ ചില സജഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സിനിമകളെല്ലാം ഒന്നിച്ച് ഓടുന്നതാണ്. അപ്പോൾ സ്ഫടികം ഇറങ്ങിയ സമയത്തായിരുന്നു മഴയത്ത് മുമ്പ്, രണ്ടും നന്നായിട്ട് ഓടിയ പടമാണ്. ഇപ്പോൾ തലയണ മന്ത്രമൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് കുറേ സിനിമകളുണ്ടായിരുന്നു. അതൊക്കെ ഇന്ദ്രജാലൊക്കെ അതിൻ്റെ കൂടെ വന്നതാണ്. അതൊക്കെ ഓടിയതാണ്. അപ്പം നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കയറിക്കൊള്ളും. അത് 2 3 സിനിമയിലും കയറിക്കൊള്ളും. അതുപോലെ ഈ സിനിമയിൽ ഒരു കൗതുകം, പുതിയൊരു റൈറ്റർ സോനു. സാധാരണ സിനിമകൾ അങ്ങനെ കാണാറില്ല. അങ്ങോട്ട് തേടിപ്പിടിച്ചൊരു റൈറ്ററെ കൊണ്ടുവരിക എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഒരു തലമുറയുടെ ഒരാൾ കൂടിയാണ്. അതെ. അല്ല, അത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പുതുമ എന്ന് പറയുന്നത് ഇതിൽ കുറേ യങ് ബ്ലഡ് ഉണ്ടെന്നുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ്. മോഹൻലാൽ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കുറേ ചെറുപ്പക്കാരും ചേർന്നിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നാൽ ആര് തമാശയ്ക്ക് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നമ്മളും ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അഖിലിൻ്റെയാണ് കഥ. അഖിലാണ് ഈ കഥയുടെ ആശയം പറഞ്ഞത്. അപ്പോൾ അതിലൊരു നല്ല സ്പാർക്ക് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിച്ച് അതിൻ്റെ കഥയുടെ രൂപം ഉണ്ടാക്കി. അപ്പോൾ അഖിലും അനൂപും ഞാൻ ഡിസ്കസ് ചെയ്തു. അനൂപും വളരെ പോസിറ്റീവ് പറഞ്ഞു, ബെസ്റ്റ്, നല്ല സബ്ജക്റ്റാണ്, നല്ല വിഷയമാണ്. ഞങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോറി ഫോം ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും ഫ്രീ അല്ല എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതണം. അപ്പോൾ ഇവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് എഴുതാം. അഖില് സർവമായ എന്നുള്ള പടത്തിൻ്റെ പണിയിലേക്ക് പോവുകയും അനൂപ് അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ പണിയിലേക്ക് പോവുകയും ചെയ്യാൻ തുടങ്ങിയോട് കൂടിയിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഒരു സീനിയറായിട്ടുള്ള വേറെ ഏതെങ്കിലും റൈറ്റേഴ്സിനെ വിളിച്ചിരുത്തി ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോഴാണ് ഞാൻ സോനുവിനെ ഓർമ്മിച്ചത്. ഈ TP സോനു എന്ന് പറയുന്ന ആൾ നമ്മൾ തീരെ പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ സോനുവിൻ്റെ ഒരു യൂട്യൂബിൽ ഒരു നൈറ്റ് കോൾ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ ഇതാരാണ് ഈ സോനു എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സോനുവിനെ ഫോണിൽ കിട്ടി അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോനു എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ സോനുവിന് നല്ലൊരു ടാലൻ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്പാർക്കുണ്ട്, നല്ല കഥകളൊക്കെ ചിലത് പറയും. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് സോനുവിനെ വിളിച്ചു. സോനുവിനോട് പറഞ്ഞു ഒന്ന് വരാൻ പറഞ്ഞു. സോനു വന്നു. ഞാൻ സോനുവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആശയം പറയാം, അതിലൊരു കഥയ്ക്കുള്ള സ്കോപ്പ്, ഒരു തിരക്കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാം. ഇത് ഈ കഥയുടെ ആശയം പറഞ്ഞതോടുകൂടി അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അതൊരു പോസിറ്റീവ് സൈനായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ട് അതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. പിന്നെ സോനു അതിൻ്റെ ഡയലോഗ്സ് എഴുതി. പിന്നെ അത് തിരുത്തലുകൾ നമ്മൾ വരുത്തി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൂടി ഇതിലേക്ക് പങ്കെടുക്കുന്നു. അപ്പോൾ അഖിലുണ്ട്, അനൂപുണ്ട്, സോനു ഉണ്ട്, അനു മൂത്തടുത്ത് എന്ന് പറഞ്ഞ പുതിയ ക്യാമറാമാൻ ഉണ്ട്, ജസ്റ്റിൻ പ്രഭാകർ എന്ന് പറയുന്ന പുതിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സംഗമമാണ് ഹൃദയപൂർവ്വം. പൊതുവെ ഇപ്പോൾ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് കാലം, ഇപ്പോൾ വിപിൻ മോഹൻ ആണെങ്കിൽ 10-30 സിനിമ ചെയ്തിട്ടാണ് വേറൊരു ക്യാമറമാൻ്റെ അടുത്തേക്ക് പോകുന്നത്. ജോൺസൺ മാഷ് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തിൽ തന്നെ ശ്രീനിവാസൻ സാർ ആവട്ടെ, ലോഹിദാസ് ആവട്ടെ, അവരൊക്കെ ആയിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം അല്ലെങ്കിൽ പുതിയൊരാളെ പരീക്ഷിക്കുക എന്നുള്ളത് അത് എളുപ്പമാണോ, അല്ലെങ്കിൽ ഭയങ്കര ഇൻഹിബിഷൻസ് ഉണ്ടാവും? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റെഡിമെയ്ഡ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് സിനിമ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഒരു റൈറ്റർ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് ഡയറക്ടർക്ക് കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന ഈ രീതിയല്ല എൻ്റെ. തിരക്കഥാകൃത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കലാണ്. ഇപ്പോൾ ശ്രീനിവാസനാണെങ്കിലും ലോഹിദാസ് ആയാലും ഏത് റൈറ്ററായാലും രഞ്ജൻ പ്രമോദ് ആയാലും അവർ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിലെ സീൻസൊക്കെ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് ഒന്നിച്ചുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിലൊരു വേറെ എന്നുള്ള മാറി നിൽക്കുന്നില്ല. അത് ഇക്ബാൽ കുറ്റിപ്പുറം ആയാലും അങ്ങനെ തന്നെയായിരുന്നു. ഇക്ബാൽ കുറ്റിപ്പുറം ഇന്ത്യൻ പ്രണയത് വരുമ്പോൾ എന്നെ സംബന്ധിച്ചൊന്നും പുതിയ ആളായിരുന്നു. അതേ രീതി തന്നെയാണ് സോനുവിൻ്റെ അടുത്തും പ്രയോഗിച്ചത്. അപ്പോൾ സോനും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അതായത് എൻ്റെ സിനിമകളുടെ ഒരു പൊതു സ്വഭാവം എന്തുകൊണ്ടാണ്, അത് എൻ്റെ കാഴ്ചപ്പാടാണ്. ആ റൈറ്റേഴ്സ് വേറെ സ്ക്രിപ്റ്റുകൾ ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇത് അവരുടെ തന്നെയാണ്. പക്ഷേ അത് ഞാൻ തെളിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നയിക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ചേഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എൻ്റെ കൂടെ പണ്ടുള്ള സുഹൃത്തിനെ പോലെ തന്നെ സോനുവിനെയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എങ്കിലേ സിനിമ നന്നാവുള്ളൂ. ഒരു ഇൻഹിബിഷനോ അല്ലെങ്കിൽ
അങ്ങനെ ഒരു അകൽച്ചയോ ഒരു സീനിയർ ജൂനിയർ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായാൽ സിനിമ നന്നാവില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പല വിഡ്ഢിത്തങ്ങളും ഞാനും പറയും, റൈറ്ററും പറയും. പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ശ്രീനിവാസനും ഞാനൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ശ്രീനിവാസൻ പറയുന്നതിന് നമ്മൾ എതിർക്കും, ഞങ്ങൾ തമ്മിൽ പിണങ്ങും. പക്ഷേ പിറ്റേ ദിവസം ഈ പിണങ്ങിയവരിൽ ആരെങ്കിലും ഒരാൾ സോറി പറയും, കാര്യം മറ്റാൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തിരിച്ചറിയും. അപ്പോൾ അങ്ങനെ പുതിയ ആളെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ജസ്റ്റിൻ പ്രഭാകരൻ്റെ കാര്യം പറയുമ്പം പാച്ചുവിലെ പാട്ട് ചെയ്തതും ആളാണ്. ആളേക്ക് പാച്ചുവിലെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ അങ്ങനെ പോവായിരുന്നു അതോ? അതെ പാച്ചുവിന് വെച്ചാൽ പാച്ചു അഖിലത്തിന് മ്യൂസിക് കുറച്ച് കൂടുതൽ സെൻസുള്ള ആളാണ്. കീബോർഡ് വായിക്കുകയൊക്കെ ചെയ്യും. അഖില സംഗീതത്തിന് അനൂപിനും ഉണ്ട്. രണ്ടാൾക്കും മ്യൂസിക്കിനോട് താല്പര്യമുള്ളതാണ്. അഖിലിൻ്റെ സ്വന്തം പടത്തിൻ്റെ മ്യൂസിക് ചെയ്യാനായിട്ട് അഖിൽ നോക്കുമ്പോൾ ഈ ഡിയർ കോമ്രേഡ് എന്നുള്ള പടമൊക്കെ ചെയ്തിട്ടുള്ള, പിന്നെ കുറച്ച് നല്ല തമിഴിലെ നല്ല ബ്യൂട്ടിഫുൾ സോങ്സൊക്കെ ചെയ്തിട്ടുള്ള പുതിയ ഒരു മ്യൂസിക് ഡയറക്ടറെ സമീപിക്കാമെന്ന് വെച്ചിട്ട് അഖിൽ തേടി പിടിച്ചാണ് ജസ്റ്റിൻ പ്രഭാകരൻ. മലയാളത്തിൽ കുഞ്ഞിരാമായണം എന്നുള്ള പടം പുള്ളി ചെയ്തിട്ടുണ്ട് വേണം. പിന്നെ അങ്ങനെ ടോട്ടൽ പോക്ക് പോയതാണ്. അതിനുശേഷം അഖിലിൻ്റെ സിനിമയിലുള്ള പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ തിങ്കൾ പൂവും പാട്ട് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഒരു ഇളയരാജ റഹ്മാൻ കോമ്പിനേഷനാണ് ഇദ്ദേഹം. ഇളയരാജയുടെ മെലഡീസും റഹ്മാൻ്റെ നോവൽറ്റിയും ഒക്കെ കൂടി കാണുന്നിട്ടുള്ള. അപ്പോൾ ഞാൻ വേറൊരു ആളെ പറ്റി അന്വേഷിച്ചില്ല, ജസ്റ്റിനെ തന്നെ ഫിക്സ് ചെയ്തു. അതിമനോഹരമായ പാട്ടുകളാണ്, അതിനൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പാട്ടിന് വരുമ്പോൾ നവനീതിനെ കുറിച്ച് പറയണം അല്ലേ? ഈ സോഷ്യൽ മീഡിയ മൊത്തം നവനീത് ഓരോ പാട്ടുകൾ ഇടുമ്പം ഭയങ്കരമായ എൻഗേജ്മെന്റ്സ് ആണ്. കാരണം ആളുകൾ അത്രയും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമുള്ള വോയിസ് ആണ്. പിന്നെ പഴയ പാട്ടുകൾ പാടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൗതുകമുണ്ട്. നവനീതിനെ കണ്ടെത്തിയത്? നവനീതിന് ഒരു ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ്. അതായത് ഞാൻ നവനീതിനെ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ നോക്കിയ പോലെ തന്നെ യൂട്യൂബിൽ നവനീതിൻ്റെ ദേവരാജ മാഷ പാട്ടുകളെ പറ്റിയിട്ടും ഒക്കെ നരേറ്റ് ചെയ്യുന്നതും അതിമനോഹരമായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ 20 വയസ്സായിട്ടുള്ളൂ. മലയാളം നേരിട്ട് സംസാരിക്കുമ്പോൾ അത്ര കഴിഞ്ഞ, പക്ഷേ ക്ലാരിറ്റിയോട് കൂടി പാടും. അപ്പോൾ നവനീത് ഒരു ദിവസം തൃശ്ശൂർ വന്ന ഒരു പരിപാടി വന്നപ്പോൾ നവനീതിൻ്റെ പരിചയക്കാരുണ്ട്, ഹരി നമ്പൂരി. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളൊന്ന് വെറുതെ കാണാൻ വരട്ടെ. ചാൻസിലൊന്നുമല്ല, വെറുതെ. അപ്പോൾ നവനീത് ഇവിടെ വന്നു, അച്ഛനമ്മയ്ക്ക് കൂടെ അവരൊന്ന് സംസാരിച്ച് പോയി. അപ്പോൾ എനിക്ക് നവനീതിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്, ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്, നല്ല പാല് പോലത്തെ ശബ്ദമാണ്. അപ്പം ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്ത സമയത്ത് ഒരു ദിവസം ഞാൻ ജസ്റ്റിൻ പ്രഭാകരൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പുതിയ ഗായകൻ്റെ പാട്ട് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ഈ വീഡിയോ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇയാളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ, നേരിട്ട് കേൾക്കാൻ പറ്റുമോ? അപ്പോൾ നേരിട്ട് കേൾക്കാൻ അമേരിക്കയിലാണ്. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ വന്നു. ആദ്യം വോയിസ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ ഉടനെ ജസ്റ്റിൻ പറഞ്ഞു, ഉഗ്രൻ ഗായകനാണ്, നമുക്ക് ആ സോളോ വിട പറയാം എന്നുള്ളൊരു പാട്ടുണ്ട്, അത് പുള്ളിയെ കൊണ്ട് പാടിപ്പിക്കാം. അങ്ങനെ പാടിയതാണ്. അപ്പോൾ മോഹൻലാലിനെ കേട്ടപ്പോൾ മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമായി. മോഹൻലാലിനെ ഇവനെ വിളിച്ച് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. അപ്പോൾ അമേരിക്കയിൽ മോഹൻലാലിൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ലാൽ ഈ പാട്ട് അവിടെ പാടുന്നുണ്ട്, ഇവൻ്റെ നവനീതിൻ്റെ പാട്ട്. ചിലപ്പോൾ നവനീത് അവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് പുള്ളിനും കൂടി കയറ്റുന്നു പറഞ്ഞു. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. കാര്യം അടിസ്ഥാനപരമായിട്ട് സംഗീതത്തിന് പഠിച്ച ഒരാളാണ്. നവനീത് ജനിക്കുന്നേക്കാൾ എത്രയോ കാലം മുമ്പുള്ള പാട്ടുകൾ നവനീതിൻ്റെ ബൈഹാർട്ടാണ്. അപ്പോൾ നവനീതിൻ്റെ അമ്മ പറഞ്ഞത് 2 വയസ്സ് തൊട്ട് അവന് അതിൻ്റെ സ്പാർക്ക് ഉണ്ടായിരുന്നു. സിദ് ശ്രീറാം വെൺമതി പാടിയല്ലോ, നമ്മൾ മിന്നൽവള ഹിറ്റായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധിന്റെ അടുത്തൊരു മലയാളം പാട്ട്. മലയാളം പാട്ട് അങ്ങനെ പാടാറുമില്ല. അത് ആ പാട്ടിന് സിദ്ധിന്റെ വോയിസ് ഭയങ്കര രസമായിരുന്നു. പാട്ടിന് നല്ല അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. സിദ്ധിലേക്ക് പോയതോ? അത് ജസ്റ്റിൻ്റെ കണ്ടുപിടുത്താണ്. എനിക്ക് ജസ്റ്റിൻ്റെ പടത്തിൽ പാടിയിട്ടുണ്ട്, മധുപോലെ എന്നുള്ള പാട്ടൊക്കെ പുള്ളി പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ പാട്ടിനും മ്യൂസിക് ഡയറക്ടറുടെ ചോയ്സാണ് ഇതിന് ഏത് ശബ്ദം വേണം എന്നുള്ളത്. അപ്പം പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ട് യേശുദാസാണ്. ഏത് പാട്ടായാലും യേശുദാസ് പാടിയാലേ നമുക്ക് ഇഷ്ടമാവും. നല്ല ശുദ്ധമായ രീതിയിലുള്ള, നല്ല സ്ഫുടമായ രീതിയിലുള്ള ഭാഷയും. ഇപ്പം അങ്ങനെയല്ല, ഇവർക്ക് ഈ പാട്ട് പാടാൻ ഇന്ന വോയിസാണ് നല്ലത്. അങ്ങനെയാണ് നവനീതിലേക്ക് എത്തിയത്. അപ്പം ഈ സോങ് എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, സിദ് ശ്രീറാം പാടിയ കൊള്ളാം, പക്ഷേ സ്റ്റേറ്റ്സിലാണ് പുള്ളി. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് പുള്ളി മദ്രാസിൽ വന്നു. ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു, ഇയാൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉടനെ പഠിപ്പിച്ചു, ഞാൻ വന്നില്ലെങ്കിലും സാറില്ല. അങ്ങനെ അഖിലാണ് പോയിട്ട്
നിന്ന് സോങ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതാണ് അഖിലിനെ ഹഗ് ചെയ്യുന്നതൊക്കെ അതിൽ ട്രെയിലർ ടീസറിലൊക്കെ വന്നിട്ടില്ല. മിന്നൽവള അവിടെയാ പാടിയേ, അവിടെ പാടി അയക്കായിരുന്നു. ഇത് നേരിട്ട് ഇവിടെ പാടി. പിന്നെ ഒരു പാട്ട്, അടുത്തൊരു പാട്ട് പുള്ളി പറഞ്ഞു SPBയുടെ മകൻ SPB ചരൺ പുള്ളി പാടി. പിന്നെ ലാസ്റ്റ് ഒരു സോങ് കൂടിയുണ്ട്, അത് നമ്മുടെ മൊഴിയിലെ കാറ്റിൻ മൊഴി എന്നുള്ള പാടിയ അദ്ദേഹമാണ്, എന്തൊരു അയ്യർ, അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. പിന്നെ മധുശ്രീ പാടിയ ഒരു ഹിന്ദി സോങ് ഉണ്ട്. അങ്ങനെ ഇതില് ഡാൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ സിനിമകളിൽ കാണാത്ത പുതിയ കാഴ്ചകളും ചേരുവകളും ഉണ്ട് ഇതിൽ. ഈ സാറ് പാട്ട് എഴുതിയാണല്ലോ സിനിമയിലേക്ക് വരുന്നത്, അപ്പോൾ പാട്ടിന്റെ കാര്യത്തിൽ, സ്വന്തം സിനിമയിൽ പാട്ടിന്റെ കാര്യത്തിൽ ഒരു കണിശമുണ്ടോ? പാട്ട് നന്നായിരിക്കണം എന്നുള്ളത് തന്നെയുള്ളൂ. പിന്നെ പാട്ട് എഴുതിയിരുന്നു എന്നുള്ളത് എൻ്റെ ഗുണമെന്ന് വെച്ചാൽ പാട്ടുകൾ സെലക്ട് ചെയ്യാനും പാട്ടുകളെ കറക്ഷൻ പറയാനൊക്കെ എനിക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഈ എന്തുകൊണ്ടാണ് പാട്ട് എഴുതിയിരുന്നില്ല പിന്നീട് അരുതാത്തതൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം വെൺമതി ഇനി അരികിൽ നീമതി എന്ന് ചിലപ്പോൾ ഞാൻ എഴുതില്ല, അത് മനുമഞ്ചത്തായതുകൊണ്ടാണ് എഴുതിയത്. കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നത് ONV ആയതുകൊണ്ടാണ് എഴുതിയത്. എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്നുള്ളത് ഗിരീഷിൻ്റെയാണ്. അതുപോലെ കൈതപ്രത്തിൻ്റെ, ഇവരുടെ എല്ലാം നല്ല വരികൾ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചല്ലോ. ഇതൊന്നും ഞാൻ എഴുതിയുണ്ടാവുന്നില്ലല്ലോ. എൻ്റെ ഞാൻ മദ്രാസിലേക്ക് സംവിധാനം പഠിക്കാൻ പോകുന്നത് ഡയറക്ടറാവുന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ്. പാട്ടതിൻ്റെ കൂടെ വന്നതാണ്. അപ്പം സംവിധാനം തന്നെയാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ വിക്കിപീഡിയ തപ്പിപ്പോൾ 100 പാട്ടാണ് സാറിൻ്റെ പേര് കാണുന്നത്, 99 അത്രയാണോ ശരിക്കും? 130 പാട്ട് ചെയ്തിട്ടുണ്ട്. അത് പലതും എൻ്റെ പാട്ടുകളാണെന്ന് പലർക്കും അറിയില്ല. ഞാൻ തന്നെ ചിലപ്പോൾ കേൾക്കുമ്പോഴാണ്, ഇപ്പോൾ ഇവിടെ രാവിലെ റേഡിയോ വയ്ക്കുമ്പോൾ പഴയ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് അയ്യോ ഇത് ഞാൻ എഴുതാണല്ലോ എന്ന് എനിക്ക് ഓർമ്മ. ആളുകൾ മുഴുവൻ പറയുന്നത് ഒരു നിമിഷം തരും, അല്ലെങ്കിൽ ഓമൃതിലെ, അല്ലെങ്കിൽ താരകം എഴുതിലേക്ക് ഗംഭീരമായി എന്നുള്ളതൊക്കെയാണ്. വേറെ കുറേ പാട്ടുകളാണ്, അതിൽ പലതും ഹിറ്റുകളാണ്. പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും. ഈ അടുത്ത കാലത്ത് മറ്റേ പിള്ളേരുടെ റീൽസിലൊക്കെ കണ്ട ഒരു പാട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞാൻ എഴുതിയത് ഇപ്പോൾ നീ മായല്ലേ മഴവില്ലേ, അതൊക്കെ ഞാൻ എഴുതിയാണ് ആ സമയത്ത് തടവറ എന്നുള്ള സിനിമയിലൊക്കെ. ഓമൃതിലെ ഭയങ്കര സങ്കടം വരെ. പിന്നെ വിശ്വം കാക്കുന്ന നാദാ സാർ എഴുതിയത്, അതാണ് അവസാനം എഴുതുന്നത്. വിശ്വം കാക്കുന്ന നാദയാണ് ലാസ്റ്റ് എഴുതിയത്. അതിന് മുമ്പ് തൂവൽ കൊട്ടാരത്തിൽ തങ്ക നോമ്പുരും ഒരു പാട്ട് എഴുതിയിരുന്നു. വിശ്വം കാക്കുന്ന എഴുതാൻ കാരണം എന്താ? വിശ്വം കാക്കുന്ന, അതായത് കൈതപ്രവണ പടത്തിലെ പാട്ട് എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നത്. ജോൺസൺ മ്യൂസിക്, ജോൺസനെ ഞാനും ലോഹിദാസാണ് സ്ക്രിപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ജോൺസൺ ഷൊർണൂർ വന്നു. തിരുമേനി അന്ന് കുറേ സംഗീത കച്ചേരികൾ ചെയ്യുന്ന കാലമാണ്. അപ്പം തിരുമേനി വരാനായിട്ട് 3 ദിവസം വൈകി. കൈതപ്പുറം പറഞ്ഞ ദിവസത്തേക്ക് വരാൻ പറ്റിയില്ല പുള്ളിക്ക്. അപ്പോൾ 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ജോൺസൻ്റെ ഇങ്ങനെ, എന്നാൽ മാഷേ ഞാനൊന്ന് പോയി വന്നാലോ, മദ്രാസിൽ പോയി വന്നാലോ. അപ്പോൾ ഇയാൾ ഇങ്ങനെ അസ്വസ്ഥനായി, വർക്കില്ല. അപ്പോൾ ജോൺസൺ ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ് ആ പാട്ട്. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ മൂഡ്. കാരണം എനിക്ക് സിറ്റുവേഷൻസ് അറിയാലോ, ക്യാരക്ടേഴ്സ് അറിയാലോ. അപ്പോൾ ആ പാട്ട് ഒറ്റ ഫ്ലോയിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഇതാണ്, ജോൺസൺ ഒരു ട്യൂൺ ചെയ്തോ, നല്ല ട്യൂണിലേക്ക് വരികയാണെങ്കിൽ കൈതപ്രത്തിനെ കൊണ്ട് നമുക്ക് വരികൾ മാറ്റിപ്പിക്കാം, അപ്പോൾ ട്യൂൺ ഇട്ട് കൊടുക്കാമല്ലോ. പക്ഷേ ജോൺസൺ അതിമനോഹരമായിട്ട് അത് കമ്പോസ് ചെയ്തു. അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൈതപ്രം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആളെത്തി എന്നെ ചെയ്തോളാം പറഞ്ഞാൽ കൈതപ്രം ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു എഴുതി. ഞാൻ പറഞ്ഞത് കേൾക്കണ്ട, തിരുമേനി എഴുതിയാൽ മതി. അല്ലല്ല ഞാനൊന്ന് കേൾക്കട്ടെ എന്ന്. ഇത് കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഈ പാട്ട് മതി, ബാക്കിയുള്ള സിറ്റുവേഷൻസ് ഞാൻ എഴുതിക്കോളാം. അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഉപയോഗിക്കാം. അതിനകത്ത് മറ്റേ അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്ന്, അന്യനാണെങ്കിലും ആ പോർഷൻ ഭയങ്കര അതൊക്കെ നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് അറിയാലോ. നമ്മളിത് സിറ്റുവേഷൻ ഒരു റൈറ്റർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ എഴുതിപ്പിക്കാറ്. അത് അങ്ങനെ എഴുതാവുന്ന ഒരു ശീലമുണ്ടായതും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ഗുണമാണ്. വേറെ ആരും ഈ പാട്ട് എഴുതാൻ പറഞ്ഞ് പിന്നെ സമീപിച്ചിട്ടില്ല? ഇപ്പോൾ വരാറുണ്ട്, ധാരാളം ആൾക്കാർ പറയാറുണ്ട്. ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് മാറും. ഞാൻ പറയും എൻ്റെ പടത്തിൽ തന്നെ ഞാൻ പാട്ട് എഴുതുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാണ്. പണ്ട് ശശികുമാർ സാറിൻ്റെ പടത്തിലൊക്കെ, ശശികുമാറാണ് ചൂള, അതിലാണ് താരക എന്നുള്ള പാട്ട് എഴുതുക എന്നുള്ളത്. പിന്നെ IV ശശിയുടെ പടത്തിലും ഹരിഹരൻ്റെ പടത്തിലൊക്കെ അന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ പലതും എനിക്ക് കംഫർട്ടബിൾ ആവുന്ന സെറ്റപ്പിലാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ജെയ്സി ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആരും അന്യരല്ല എന്നുള്ള സിനിമയിൽ ഇപ്പം മോഹം മുഖപടമണിഞ്ഞു, മൗനം തേങ്ങിക്കരഞ്ഞു എന്നുള്ള പാട്ടൊക്കെ അതിലെഴുതിയിട്ടുള്ളതാണ്. പിന്നെ ചന്ദ്രകുമാറിന് എൻ്റെ
ഒരു ഉറ്റ സുഹൃത്തും എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ ചന്ദ്രകുമാറിൻ്റെ പടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് പാട്ട് എഴുതേണ്ടത്, ഞാൻ തന്നെയാണ് അത് സെലക്ട് ചെയ്യേണ്ടതും, അതിൻ്റെ ഇത് തന്നെ മതിയോ എന്ന് തീരുമാനിക്കേണ്ടതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് പാട്ട് എഴുതിയത്. പിന്നെ സ്വന്തം ഡയറക്ഷൻ തുടങ്ങിയപ്പോൾ അപ്പം ഞാൻ ചിന്തിച്ചതാണ്, ONV-യുടെയും കൈതപ്രത്തിൻ്റെയും ഒക്കെ വരികൾ നമുക്കുണ്ടായാൽ നമ്മുടെ പടത്തിന് ഗുണം ചെയ്യുമല്ലോ. അങ്ങനെ പാട്ട് എഴുതിയതാണ്. ഈ ONV സാറിനെ കുറിച്ച് പറയുമ്പോൾ കുന്നിമണി ചെപ്പില് ആരെയോർത്ത് വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ ഒരിതൽപ്പൂ പോലെ നേർത്തു പോയതെന്തേ, ആ വരികൾ എന്ത് രസാ കേൾക്കാൻ. കൈതപ്രസാദായിട്ട് ഇന്റർവ്യൂവിൽ നമ്മൾ ഈ വരികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കൈതപ്രം ഈ അടുത്ത കാലത്ത് 75ാം പിറന്നാളിൻ്റെ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, ഇതുപോലുള്ള വരികൾ എഴുതാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് ഒരു കവിയായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി അതിനോടൊപ്പം ഉള്ള ഒരുപാട് പാട്ടുകൾ വേറെ എഴുതിയിട്ടുണ്ട്. ദൂരെ ദൂരെ സാഗരം തേടിയതിലൊക്കെ നല്ല വരികളുണ്ട്. പിന്നെ കൈതപ്രത്തിൻ്റെ തന്നെ ഈ എപ്പോഴും നമ്മൾ പറയും, ഈ അഹങ്കാരമില്ലാത്ത ഒരാളാണല്ലോ പുള്ളി. പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കവിയെന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ ധൈര്യമില്ലാത്ത ഒരു അക്ഷര ജീവിയാണ് ഞാൻ. എന്തൊരു മനസ്സുണ്ടെന്ന് നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ വലിയ കവിയാണ്. ഇപ്പോഴും മിന്നൽവള എത്തിത്തൊടാൻ എത്തുകയില്ല മാരിവില്ലാണ് നീ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ഈ എപ്പോഴും അങ്ങനെയാണല്ലോ എളിമയുണ്ടാവുന്നത്. അതല്ലാതെ കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശത്രുക്കളാവും. ചില ഇൻ്റർവ്യൂസിലൊക്കെ ആൾക്കാർക്ക് പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മളോട് ഒരു മനുഷ്യന് ശത്രുത തോന്നാൻ നമ്മൾ തെറ്റ് ചെയ്യണമെന്നോ കുറ്റം ചെയ്യണമെന്നോ ഇല്ല. നമ്മൾ നമ്മുടെ മേഖലയിൽ വളർന്നാൽ മാത്രം മതി. നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ നല്ല രീതിയിൽ ഉയർന്നാൽ ശത്രുക്കൾ ചുറ്റും ഉണ്ടാവാം. അത് നമ്മളെപ്പോഴും കണക്കാക്കണം. അതിന് നമ്മൾ പ്രത്യേകിച്ച് ആരോടും ഒന്നും ചെയ്യേണ്ട. കൈതപ്രസാദിന്റെ അതുപോലെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി സമൂഹത്തിലെ പാട്ട്, അതൊരു പ്രത്യേക പാട്ടാണ്. നമ്മളൊക്കെ എപ്പോഴും ആ പാട്ട് കേൾക്കും. സാറിന്റെ സിനിമയിൽ എപ്പോഴും കേൾക്കുന്ന അങ്ങനത്തെ പാട്ടുണ്ടോ? ഞാൻ കൂടുതൽ കേൾക്കുന്ന സത്യത്തിൽ ഈ കുന്നിമണിയാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കാറുള്ളത്. പിന്നെ തങ്കത്തോണി അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ തൂമഞ്ഞിനി ഓഫ്കോഴ്സ് എല്ലാവർക്കും രേഖയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് ഇടയ്ക്ക് രേഖയ്ക്ക് വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, പലതും പല രീതിയിൽ. പിന്നെ പാട്ട് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണല്ലോ, അതാണ് പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, അതെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ ട്യൂണിനനുസരിച്ചിട്ട് ഉള്ള വേഡിങ്സ്. ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ അത്ഭുതമാണ്. ഇപ്പം ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ രസതന്ത്രത്തിൽ. അപ്പോൾ അതിന് പകരം ആ ട്യൂണിട്ടിട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്, കാട്ടുകുയിൽ പാട്ടുണ്ട് പാട്ടിലിറ്റും തേനുണ്ട് തേനും ഞാനും നിനക്ക് എന്നാണ്. മീറ്റർ കറക്റ്റാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു 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 കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാട്ടുകുയിൽ പാട്ടുണ്ട് പാട്ടിലിറ്റും തേനുണ്ട് തേനും ഞാനും നിനക്ക്. അപ്പോൾ ഇളയരാജ പറഞ്ഞു, ഗിരീഷ് ഈ ടാ എന്നുള്ള അക്ഷരം ഒന്ന് മാറ്റിയത് തിരക്കില്ല. പുള്ളിക്ക് ട്യൂണിങ്ങിൽ സൗണ്ടിങ്ങിൽ ടാ വേണ്ട. അപ്പോൾ കാട്ടുകുയിൽ പാട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ടാ മാറ്റാൻ പറ്റില്ല. അപ്പോൾ പുള്ളി സാറിന് ഏത് അക്ഷരം വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഗിരീഷ്. ഗിരീഷ് ഒരു വലിയ അത്ഭുത ജീവിയാണ്. അപ്പോൾ ഇളയരാജ ടറ്റ എന്ന് പറഞ്ഞത് പാടി ഒരു 5 മിനിറ്റ് കൊണ്ട് മാറി ഇരുന്നിട്ട് ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. അതാണ് പ്രതിഭയുള്ള ആൾക്കാരുടെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ ഞാൻ അതിനെ പുള്ളി എഴുതിയത് മഞ്ഞുമഴക്കാരൻ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഗിരീഷിനോട് പറഞ്ഞത്, അതിൽ പോയട്രി ഉണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വനജ എന്ന ഈ സ്ത്രീയുടെ മനസ്സിൻ്റെ ഒരു തേങ്ങലാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ട് എന്നുള്ള രീതിയിൽ വേണം വരാൻ. ഒരു സങ്കടത്തോടു കൂടി ഒരു വിളിയാണ് വേണ്ടത് ഗിരീഷ് എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പെട്ടെന്ന് 4 പേര് എഴുതി കാണിച്ചു, ഇതുപോലെ മതിയോ, എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ ബാബ. ഞാൻ പറഞ്ഞു മതി. അത് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അവരുടെ കഴിവാണ്. ആ കഴിവ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കണം. പാട്ട് പറയുമ്പോൾ ഒരു പാട്ട് പറയണം, മറ്റേ ഗോളാന്തര വാർത്തകളെ ഇനിയൊന്ന് പാടു ഹൃദയ, ആ പാട്ടില്ലേ, ആ പാട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ അതിനേക്കാൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. പിക്ചറൈസേഷൻ മമ്മൂട്ടി ഇത്രയും ലയിച്ച് എൻജോയ് ചെയ്ത് പാടിയ പാട്ടില്ല. കാരണം എന്താ പറയുക, ആ സിറ്റുവേഷനൊക്കെ റിയലാണ്. മമ്മൂട്ടിയോട് ഞാൻ പറഞ്ഞത്, ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയൊക്കെ പുറത്തൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു നല്ല മൂഡ് തോന്നിയിട്ട് ഭാര്യയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കാൻ തോന്നിയാൽ
ഭാര്യ ഞെട്ടിപ്പോവില്ലേ? കാര്യം ചില മമ്മൂട്ടി ഇങ്ങനെ പാടുന്നു, അപ്പോൾ അതൊരു തമാശയായിട്ട് അങ്ങനെ പാട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. പുള്ളി പാടുന്നു, ഭാര്യ കേൾക്കുന്ന അപ്പുറത്ത് അമ്മ കേൾക്കും, അനിയത്തി, ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ അതും കൂടി ആയതോടുകൂടി പുള്ളി വളരെ ലയിച്ച് പാടിയ പാട്ടാണ് അത്. മമ്മൂട്ടി ശോഭന കോംബോ ഭയങ്കര ഈ അച്ഛൻ്റെ അമ്മ പറയുമ്പോഴേ ഊർവശി കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്ന ഒരു സിനിമയാണ്. 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വരുമായിരുന്നു. അതും മീര ജാസ്മിന്റെ അമ്മ എന്നൊരു കഥാപാത്രത്തിലേക്കാണ്. അതുപോലെ തന്നെ മൈ ഡിയർ മുത്തച്ഛനില് ഊർവശി ആ സെർവന്റ് ആയിട്ട് വന്നിട്ട് അതിപ്പോ ഇൻസ്റ്റാഗ്രാമില് ഇടയ്ക്കിടയ്ക്ക് റീലായിട്ട് ലെറ്റർ കൊടുത്തതിനെ പറ്റി സുലൈമാനോ അങ്ങനത്തെ പേരുള്ള ഭയങ്കര രസമാണ്. അപ്പൊ ആ സിനിമയിൽ ആ റോൾ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് അല്ലേ? പിന്നെ ഈ സിനിമയിൽ ഇതുപോലെ അമ്മയായിട്ട് വരിക, അങ്ങനത്തെ കൺസേൺ ഒന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. അല്ല, ഉർവശി ശരിക്കും പറഞ്ഞാൽ ഉർവശി അഭിനയത്തിൽ നിന്ന് മാറി നിന്നിരുന്ന കാലത്താണ് കഥ ആലോചിക്കുന്നത്. ഉർവശി കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഒരു കഥ ഞങ്ങൾ ആലോചിച്ചു, ഉർവശിനെ വെച്ചിട്ട് ആലോചിച്ചു, ഞാനും ശ്രീനിവാസനും കൂടിയിട്ട്. അത് പിന്നീട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയായിട്ട് മാറിയ കഥ, അതിൽ ഒരു വലിയ ക്യാരക്ടർ, ഒരു ലേഡി ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉർവശിനെ ഞാൻ കൊണ്ടിട്ട് ഉർവശി പറഞ്ഞു, ഇല്ല മോള് ചെറുതാണ് സത്യട്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഉർവശി ഇല്ല, മാറിയേക്കാണ്. ഈ അച്ഛൻ്റെ അമ്മയുടെ കഥ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അത് രാജേഷ് ജയറാം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് എഴുതിയ കഥയാണ്. അതിനൊരു തിരക്കഥയായിട്ട് മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കാസ്റ്റിംഗ് ഉർവശിയും മീര ജാസ്മിനാണ്. അങ്ങനെ അറിയാതെ വന്നാൽ അത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇന്നാൾ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുക. അപ്പോൾ ആ സമയത്ത് ഉർവശി വരുമോ നമുക്കറിയില്ല, മീര ജാസ്മിൻ്റെ ഡേറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഉർവശീനെ ഞാൻ 2 കൽപ്പിച്ച് വിളിച്ചു. അപ്പോൾ ഉർവശിക്ക് അഭിനയിക്കാമെന്നൊരു തോന്നൽ ഉർവശിക്ക് വന്നിട്ടുണ്ട്. സത്യേട്ടൻ മദ്രാസിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രശ്നം, അതിന് തൊട്ട് മുമ്പ് നായികയാണ് ഉർവശി, നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മാറിയതാണ്. അപ്പോൾ ഞാൻ മദ്രാസിൽ പോയി. മദ്രാസിൽ ചെന്നിട്ട് ഉർവശി താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ഉർവശിയോട് ആദ്യം തന്നെ പറഞ്ഞു, ഒരു കഥ പറയാം. അഭിനയിക്കാൻ ഉർവശി തയ്യാറായി മനസ്സുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു കഥ പറയാം, പക്ഷെ ഒറ്റ കാര്യം, അതിൽ മീര ജാസ്മിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണം. ഉർവശി പറഞ്ഞൊരു വാചകം ഞാൻ പലരോടും പറയാറുണ്ട്, പലപ്പോഴും ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാചകമാണ്, സത്യേട്ടൻ്റെ സിനിമയാണെങ്കിൽ ഞാൻ സുകുമാരി ചേച്ചിയുടെ അമ്മയായിട്ട് അഭിനയിക്കും. അതൊരു കോൺഫിഡൻസാണ്, ഒരു ഡയറക്ടറോടുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഞാൻ കഥ പറഞ്ഞു. കഥയിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയല്ല, പിന്നെ വരുന്നതൊക്കെ അത്രയും അപാരമായ കഥാപാത്രമാണ്. ഉർവശി അതിമനോഹരമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യും. അതിന് നാഷണൽ അവാർഡ് കിട്ടി ഉർവശിക്ക്. അതിൽ പലപ്പോഴും ഇംഗ്ലീഷ് പറയുന്ന സീനൊക്കെ ഒരു റിഹേഴ്സൽ മാത്രം ഉണ്ടായിട്ട് ടേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. പലതും അങ്ങനെയാണ് നാച്ചുറലായിട്ട് വരുന്ന സംഗതി. ഡയലോഗ് അതേപടി എഴുതി കൊടുത്താണ്. ഡയലോഗ് നമ്മൾ ഒന്നിച്ചുണ്ടാക്കി ഉർവശിയും ഞാനും കൂടി സംസാരിച്ചിട്ട്, അല്ലാണ്ട് ഇപ്പോൾ ഈ കടുകറയൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒറ്റ ടേക്കാണ്. അത് ഒരു അത്ഭുതകരമായ ആക്ട്രസ്സാണ് ഉർവശി. നമ്മൾ തലയണമന്ത്രമൊക്കെ ചെയ്യുമ്പോൾ, മഴവിൽക്കാവടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഒരു ടാലൻറ്റ്. നമുക്ക് അത്തരം ടാലൻറ്റുകളെ ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിനേക്കാളും അതിനോട് കിട്ടുന്ന പ്രശസ്തിനേക്കാളും വലുതാണ് ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം. ഞാൻ മക്കളുടെ അടുത്തൊക്കെ പറയും, സിനിമ ഒരു ഘട്ടം വരെയാണ് ജോലി. ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ എൻജോയ്മെൻ്റാണ്. അതിനപ്പുറത്ത് നമുക്ക് അത് വേറൊരു ജോലിയിൽ നിന്ന്, അത് പല ജോലിയിൽ നിന്ന് അത് കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു ആനന്ദമാണ്. നമ്മുടെ മുന്നിൽ മോഹൻലാലിനെ പോലെ, ഉർവശിയെ പോലെ, മീര ജാസ്മിനെ പോലെ ഒക്കെ ടാലൻ്റ് ആയിട്ടുള്ള, മമ്മൂട്ടിയെ പോലെ ഉള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുന്നത്, അവരായിട്ട് നമുക്ക് ഇടപഴകാൻ സാധിക്കുന്നത്, അത് വലിയ ഭാഗ്യമാണ്. നമുക്കതിന് പക്ഷേ നല്ല ഹോംവർക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാളെ ഡയറക്ടറായി എന്ന് പറഞ്ഞാൽ മാറിയിരുന്നാൽ പറ്റില്ല. ഞാനിപ്പോൾ ഈ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഞാനും മോഹൻലാലും തമ്മിലുള്ള ഹിറ്റുകളെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ഒരു സിനിമ നന്നാവണം, ഈ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടണം, ഈ സബ്ജക്റ്റിനോട് ആളുകൾക്ക് ഒരു അനുഭവം തോന്നണം, ആളുകളെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ സാധിക്കണം. ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. അല്ലാതെ ഒരു സിനിമയുടെ വിജയവും അടുത്ത സിനിമയുടെ വിജയത്തിന് ഒരു കാരണമാവുന്നില്ല. ആദ്യം തിയേറ്ററിൽ കയറാനൊരു പ്രവണത ഉണ്ടാവുന്നല്ലാതെ അത് നിലനിൽക്കണമെങ്കിൽ ആ സിനിമ നന്നായി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു അടി പുറകിലിട്ട് നിന്നിട്ട് നമുക്ക് അവരെ കാണാൻ പാടില്ല. ഇപ്പം മഴവിൽക്കാവടി പറഞ്ഞപ്പോൾ ചോദിക്കാം, ഈ
തമിഴിൽ ഉറച്ച് രസമുള്ള ക്യാരക്ടർ ചെയ്തിരുന്നു, തുടക്കത്തിലേ ചെയ്തിരുന്നെങ്കിലും മലയാളത്തിൽ വേറൊരു ടൈപ്പായിരുന്നു, വേറൊരു തരം കഥാപാത്രങ്ങൾ. ഇപ്പം നിറക്കൂട്ടിലൊക്കെ വേറൊരു അപ്പിയറൻസ്, മൊത്തത്തിൽ വേറെയാ. ഈ ഉർവശിയിലെ കുറുമ്പും കുസൃതിയും ഒക്കെ പുറത്തു വന്നതാ ഒരു കഥാപാത്രമാണ് മഴവിൽക്കാവടി. സാറിന് പല സിനിമയിൽ പൊന്മുട്ടിടുന്ന താറാവിലും ഒക്കെ. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതുണ്ടല്ലോ. അത് കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ പൊന്മുട്ടുന്ന താറാവെന്നാണ്. പൊന്മുട്ടുന്ന താറാവ് എന്നുള്ള സിനിമയിൽ ഉർവശി വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമകളൊന്നും ഉർവശി ഉണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? അതിൽ ഉർവശി വന്നുകൊണ്ടാണ് തലയണമെന്നുള്ള എന്നുള്ള കഥ പോലും നമുക്ക് ചിന്തിക്കാൻ കാരണം. കാര്യം അതുവരെ ശശിയുടെ പടങ്ങളിലൊക്കെ നമ്മൾ ഉർവശിനെ കാണാറുണ്ട്, ഉർവശി നന്നായി പെർഫോം ചെയ്യാറുണ്ട്. ഇതുപോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് വരുന്ന സീക്വൻസുകൾ അവർക്ക് കിട്ടാറില്ല. ഇപ്പോൾ പൊന്മുട്ട താറാവിൽ രഘുനാഥ് പലേരി എഴുതി വെച്ച സീനുകളുടെ ഭംഗി, അത് ഉർവശി പറയുന്ന പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു 4-5 ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ലളിത ചേച്ചി നമ്മുടെ ടീമംഗാണല്ലോ, ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എന്തൊരു ആക്ട്രസ്സാണ് ഇവർ, നമ്മളിവരെ കണ്ടില്ല ശരിക്കും ഇത്രയും നാളായിട്ട്. അപ്പോൾ പറഞ്ഞു അപാര ആക്ട്രസ്സാണ്. സത്യത്തിന് ഇപ്പം മനസ്സിലായല്ലോ. ആ സിനിമയിലാണ് നമ്മൾ ഉർവശിയുടെ ഒരു ടാലൻറ്റ് തിരിച്ചറിയുന്നത്. അതായത് 10 പവൻ്റെ മാല എന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങ് അന്തിച്ചു പോയി അച്ഛാ, എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ നുണ പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ വിശ്വാസ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ സിനിമ കണ്ടപ്പോഴാണ് പിന്നെ മഴവിൽക്കാവടി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ആനന്ദവല്ലിയായിട്ട് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നവരറിയാം. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള റോളാണ് കാഞ്ചന കല്യാണബന്ധത്തിലെ. കല്യാണബന്ധത്തിൻ്റെ നായകനും നായികയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാഞ്ചനയാണ്. അത് ഉർവശി ചെയ്യുന്നത് കണ്ടാൽ നമുക്കിപ്പോൾ മോഹൻലാൽ ചെയ്യുന്നത് കാണുന്ന പോലെയാണ്. ലാലൊരു സീൻ അഭിനയിക്കുമ്പോൾ അതിന് എഫർട്ടില്ല നമുക്ക് തോന്നില്ലേ, എന്തൊരു ഈസി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്, ഈ സെറ്റ് അവർക്കും കൂടി കംഫർട്ടബിൾ ആവണം. അതുകൊണ്ടാണല്ലോ ഞാനെപ്പോഴും എൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലി സെറ്റാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. അതിലൊരു ഡയറക്ടർ ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ചെയ്തു തരുമൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ഉണ്ടാക്കിയാണ്, ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ അതാണ് നമ്മുടെ സിനിമയ്ക്കുള്ള ഒരു മുത്തച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അതൊരൊറ്റ ടേക്കാണോ? അതൊറ്റ ടേക്കാ. അല്ല, അതൊക്കെ സീൻ പറഞ്ഞു കൊടുത്താൽ മതി ഉർവശിക്ക്. ഉർവശിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ലളിത ചേച്ചിക്ക് പറഞ്ഞ പോലെ, തിലകൻ ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ സ്പിരിറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ ഇവള് കള്ളിയാണ്, പക്ഷെ വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് പുള്ളി പ്രശ്നം. എത്ര തരാമെന്ന് പറയുമ്പോൾ തന്നപ്പോൾ പിന്നെ അത് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. പിന്നെ കിട്ടിയ നിലയ്ക്ക് നമ്മൾ മറുപടി കൊടുക്കാതിരിക്കരുതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാനും പറ്റില്ലല്ലോ. എന്നിട്ട് അങ്ങനെ ഞാൻ ചെന്നിരുന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രേമമാണ് പോലും എന്നൊക്കെ പറയുന്ന അതൊക്കെ ഉർവശിയുടെ ഒരു സ്വതസിദ്ധമായ ടാലൻ്റാണ്. അല്ലാതെ ആ സീനിലോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിലോ വലിയ ഹൈപ്പ് ഉണ്ടായിട്ടൊന്നുമല്ല. അതിലെ നായികനല്ലല്ലോ ഓർമ്മിക്കുന്നത്, ഇവരാണ് ഓർമ്മിക്കുക. ഇപ്പൊ ഉള്ളൊഴുക്കില് അവാർഡും കിട്ടിയല്ലോ. ഉള്ളൊഴുക്ക് സാർ കണ്ടല്ലോ, ഗംഭീരമായിരുന്നു. ഉർവശിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോൾ? അല്ല, ഞാൻ എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ പക്ഷേ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൗഹൃദങ്ങളും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും പോലും സിനിമാ സമയത്ത് നമ്മുടെ ത്രൂ ഔട്ട് കൂടെ ഉണ്ടാവുകയും പിന്നെ അവരെ അനാവശ്യമായി ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ, അത് പാലിക്കുന്നു. പക്ഷേ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് മെസ്സേജ് അയക്കും. അത് എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും അങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാള് ഇന്നസെന്റും പിന്നെ ശ്രീനിവാസനായിരിക്കും അല്ലേ? അതെ, അവര് ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇന്നസെന്റ് ഇല്ലാതെ ഒരു ദിവസം ആരംഭിക്കാറില്ല. എല്ലാ ദിവസവും ഇന്നസെന്റിന്റെ കോൾ വരും. ശ്രീനിവാസൻ ഇപ്പോഴും നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ നേരിട്ട് പോയി കാണും. അത് അവർ ആക്ടേഴ്സായിട്ട് മാത്രമല്ലല്ലോ നമ്മൾ കാണുന്നത്, അത് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഇന്നസെൻ്റൊക്കെ ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീനിവാസൻ ഞാൻ പലപ്പോഴും ആലോചിക്കും, ആകെ ഇനി ഒരാൾ ബാലൻസ് ഉള്ളത് ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസന് ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും പോയിരുന്ന് കാണുക, ഒരു ഫുൾ ഡേ ശ്രീനിവാസൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ആനന്ദമാണ്. ശ്രീനിവാസനും അത് സന്തോഷമാണ്. ഞാനിവിടെ നിന്ന് നാളെ ഞാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വിമല പറയും, ശ്രീനിവാസൻ്റെ ഭാര്യ പറയും, സത്യയുടെ വരുന്ന പറഞ്ഞാൽ 9:30 മണിയാകുമ്പോഴേക്കും കുളിച്ച് റെഡി ആയിരിക്കും. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ പറഞ്ഞാൽ അന്തിക്കാടെന്ന് ഒരു 8 മണിക്ക് പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോൾ 11 മണിയാവും. 9 മണിക്ക് എനിക്ക് വരാൻ പറ്റില്ലല്ലോ, അത്രയും ദൂരം സഞ്ചരിക്കണ്ടേ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് തമാശകൾ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച്. ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീനിവാസൻ കൊണ്ട് നമുക്ക് സബ്ജക്റ്റൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഇപ്പോഴും നല്ല ബ്രൈറ്റാണ് ബുദ്ധി, നല്ല ഓർമ്മയാണ്, ഹ്യൂമർ സെൻസ് ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അനൂപ് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുഴുവൻ വിമല അനൂപിൻ്റെ അടുത്ത് പറയും, നീ മാത്രം എന്താ കല്യാണം കഴിക്കാത്ത, നീ വരണ ആവശ്യമുണ്ടെന്ന് സിനിമ എടുത്തു, നിനക്ക് എന്തൊരു വധുവിനെ കിട്ടാത്തതെന്ന് പറഞ്ഞ് കളിയാക്കും. എന്നിട്ട് ശ്രീനിവാസനോട് പറയും, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, നിങ്ങളൊന്ന് പറ ശ്രീനിവാസ്. അപ്പോൾ അനു പറഞ്ഞാൽ ഞാൻ കഴിച്ചോളാം, നീ ശ്രീനേട്ടൻ പറഞ്ഞാൽ അനു കല്യാണം കഴിച്ചോളൂ. അപ്പോൾ അനു നീ ഉടനെ കല്യാണം കഴിക്കും,
എന്നിട്ട് വേണമെങ്കിൽ നീ പിറ്റേന്ന് ഡിവോഴ്സ് ചെയ്തോ, അപ്പോൾ വിമല പോയി ഇടിക്കും, ഇങ്ങനെയാണ് പറയാന്ന് ചോദിച്ചിട്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ടി പി ബാലഗോപാലൻ എം എ കൂടെയാണ് എൻ്റെ ഒരു റൈറ്റ് ട്രാക്ക് തെളിഞ്ഞത്. പിന്നെ ശ്രീനി എന്ന് പറയുന്നൊരു റൈറ്റർ എൻ്റെ കൂടെ കിട്ടി, ഒരേപോലെ ചിന്തിക്കുന്നത്. മോഹൻലാലിന് എങ്ങനെ ഉള്ള ക്യാരക്ടേഴ്സിലാണ് മോഹൻലാൽ ഏറ്റവും സൂട്ടബിൾ എന്ന് തിരിച്ചറിഞ്ഞു. മോഹൻലാൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. അപ്പോൾ എന്തുകൊണ്ടും വൈകാരികമായൊരു ബന്ധം എനിക്ക് ബാലഗോപാലിനോടുണ്ട്. അതായത് ബാലഗോപാലൻ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം മാത്രമാണ് എനിക്കൊരു മിസ്സിങ് ഫീൽ ചെയ്തത്. നാളെ തൊട്ട് ഇവൻ എല്ലാവരും ആളായി മാറാൻ പോവുകയാണല്ലോ, അതുവരെയ്ക്ക് എൻ്റെ കയ്യിലാണല്ലോ.